ആൾരൂപം എടുത്തു വെക്കുന്ന രീതി വിശദീകരിക്കാമോ സവിത എന്നാണ് പേരറിയാത്ത ഒരു ഭക്ത ഒരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. ആൾരൂപം വഴിപാട് വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു നിൽക്കുകയാണെങ്കിൽ ചുറ്റമ്പലത്തിൽ കൊടിമരത്തിൻ്റെ ചുവടെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ വലതുവശത്തായിട്ട് മഞ്ചാടിച്ചെമ്പ് കാണാം. അതിനെ തൊട്ടടുത്തായിട്ട് വരുന്ന ആ ഭണ്ണാരത്തിൻ്റെ മുകളിലാണ് ആൾരൂപം വഴിപാട് സമർപ്പിക്കേണ്ടത്. അവിടെ തന്നെ നമുക്ക് എല്ലാ അവയവങ്ങളുടെയും, അതായത് ആന്തരിക അവയവങ്ങളുടെ അടക്കമുള്ള ഒരു രൂപം കിട്ടും. അതിനെയാണ് ആൾരൂപം എന്ന് പറയുന്നത്. ഇത് കൂടാതെ അവിടെ ലക്ഷ്മി നാരായണ രൂപം, അതുപോലെ തന്നെ രാധാകൃഷ്ണ രൂപം, ആനയുടെ രൂപം, കാറിൻ്റെ രൂപം, വീടിൻ്റെ രൂപം, ഇങ്ങനെ അനേകം രൂപങ്ങൾ വേറെയുണ്ട്. ഇതെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെച്ചതിന് ശേഷം അതേ ഭണ്ഡാരത്തിൽ നമുക്ക് യഥാശക്തി നമ്മുടെ ഉള്ളിൽ എത്രയാണോ നമ്മൾ വിചാരിക്കുന്നത് ആ യഥാശക്തി ഒരു തുക നമുക്ക് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. ഒപ്പം ഒന്ന് ഗുരുവായൂരപ്പനെ നമസ്കരിക്കുകയും കൂടി ചെയ്യുക. ഇതാണ് നമ്മൾ ആൾരൂപം വഴിപാട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ആൾരൂപം വഴിപാട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാൻ ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ഈ രാധാകൃഷ്ണന്മാരുടെ ആൾരൂപം എടുത്തു വയ്ക്കുന്നത് കന്യകമാരുടെ ശ്രേയസ്സിന്, ദാമ്പത്യ കലഹം മാറാൻ, അതായത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ ഒക്കെ രാധാകൃഷ്ണ ആൾരൂപം എടുത്തു വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയും. അതേമാതിരി തന്നെ ലക്ഷ്മി നാരായണ ആൾരൂപം എടുത്തു വയ്ക്കുന്നത് സർവ്വസമ്പൽ സമൃദ്ധിക്കും ഒപ്പം തന്നെ ദാമ്പത്യ ഐക്യത്തിനും വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട്. ഇതുപോലെ നമുക്ക് കാറുണ്ടാവാൻ, നമുക്ക് വീടുണ്ടാവാനൊക്കെയാണ് ഗുരുവായൂരപ്പനെ എടുത്ത് സമർപ്പിക്കുന്നത് എന്നാണ് പറയാറുള്ളത് കേട്ടോ.